ആലോചന ഇത്രയായ സ്ഥിതിക്ക് നിങ്ങൾക്ക് നേരിട്ട് വല്ലതും ചോദിക്കുകയോ പറയുകയോ ഒക്കെ ആവാം. ഇനിയിപ്പോ എന്താ ചോദിക്കാനുള്ളത്? അമ്മുവിന്റെ കാര്യമൊക്കെ അറിയാവുന്നല്ലേ? അറിയാം, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ സമ്മതിച്ചത്. നീ എന്തെങ്കിലും ഒന്ന് ചോദിക്കടാ. എന്നാ പിന്നെ ജാതകം ഇങ്ങോട്ട് അയച്ചു തരിക. ഓ. ഇവിടെ നോക്കിക്കാം, നോക്കിച്ചിട്ട് വിവരം അങ്ങോട്ട് അറിയിക്കാം. ഓ, അപ്പോ എല്ലാം പറഞ്ഞ പോലെ വരട്ടെ. ശരി എന്നാ. ശരി. അപ്പാ കിട്ട് കേട്ടതാ ചൊല്ല്. പോവാ. കൂടുതൽ ആലോചിக்கிறதுக்கு ഒന്നുമില്ല. ഇപ്പ നല്ല ഫാമിലി, ഒരേ ഒരു പയ്യൻ ഡോക്ടർ, நல்ல பிராக்டிஸ் இருக்கு. ஜாதகம் சேரணும் அவ்வளவுதானே. இவ்வளவு நல்ல ஆலோசனை வந்திருக்கே, நம்ம பூர்வ புண்ணியம் இல்லையா? പദവി, ഉദ്യോഗം ഇതൊന്നും പെരിയ വിഷയമല്ല വെങ്കടി. പയ്യൻ നമുക്ക് ചേർന്നവരാകണം. ധനമോഹം ഇറുക്കക്കൂടാതെ സ്നേഹം, ദയവ് ഇതെല്ലാം ചേർന്ന് മനസ്സിലാക്കണം. അമ്മുവെ പൊന്നുമാതിരി പാക്കണം. നല്ല ചേർച്ചയിരിക്കപ്പാ. வைத்தியம் அதுதான் சொன்னார். என்ன நீங்க எது சொன்னாலும் அது சரியாத்தான் இருக்கும். ப்ரொசீட் பண்ணலாப்பா. என்னமோ உனக்கு சம்மதம் தானே? எனக்கு சம்மதம் ஏதாவது பெண்ணு சொல்லுமா? நான் சொல்லியாச்சு, எங்க அப்பா மோத்த பார்த்து சொல்லியாச்சு. என்ன? உங்களை கல்யாணம் കഴിக்கிறதுக்கு இஷ்டம்னு. அம்மு, அம்மு என்னாச்சு? ஏய், என்னாச்சு அம்மு? ஏய், என்ன இந்த ஆலோசனை உனக்கு பிடிக்கலையா? சொல்லம்மு, அண்ணாட்ட சொல்லு. നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇരുന്നാ சொல்லு. உன்னோட இஷ்டம் தான் அண்ணாவோட இஷ்டம். சொல்லு. அண்ணா தானே കേക്കറേ. இருக்கா? ആരായിരുന്നാലും അവൻ തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോണത്. சொல்லு. யாருடி? കമലഹാസനാ? ஐயே, இவனா? ஏண்டி இது முதல்ல என்கிட்ட சொல்ல? சரி சரி, இவ்வளவுனா என் கூட நடந்துட்டு கரலா பயலு. இனி இங்க வரட்டும். എടോ കുട്ടി പറ്റേ, ഇവിടെ വാ. ഇന്ന് എനിക്ക് കാപ്പി പലഹാരൊന്നും വേണ്ടേ? ഒന്നും വേണ്ട. തന്നോടേക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒക്കാര് ഒക്കാരടാ. നമ്മൾ ഇന്നലെ ശിവപുരത്ത് പോയില്ലേ? ആ കേസ് ശരിയാവില്ല, ഒരു തരത്തിലും ചേരില്ല. ആന ഒരു പുതിയ ആലോചന വന്നിരിക്ക്. നല്ല ഉഗ്രം കേസാ. നല്ല പയ്യൻ, നല്ല സ്വഭാവം, നല്ല അടക്കവും ഒതുക്കവും. അപ്പുറം പാട്ടുന്ന അവനക്ക് ரொம்ப പിടിക്കും. പയ്യനെ നീ അറിയും, പയ്യൻ നിന്നെ അറിയും. പക്ഷേ ഒറ്റ തകരാറേ ഉള്ളൂ, പ്രത്യേകിച്ച് അവന് ജോലിയൊന്നുമില്ല. എന്താടാ വാ തുറന്നൊന്നും പറയാത്തത്? ഞാൻ പോട്ടെ. താൻ എവിടേക്കാ? അവിടെ ഇരിക്കടോ. പയ്യൻ ആരാണെന്ന് അറിയണ്ടേ? വൈദ്യചരൻ. വെങ്കടിയുടെ വൈദ്യ. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാറുന്നില്ലേ? നിന്റെ ഈ വെങ്കിയണ്ണനോട് എന്താ സൊല്ലേ? അണ്ണാ, ഞാൻ എങ്ങനെയാ പറയാ?
വിനായക രക്ഷപ്പെട്ടു. എല്ലാമേ നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാ. കടശി നീ കാപ്പാത്തി. അല്ലെങ്കിലും ഈ പാവം വൈത്തിക്ക് നീ അല്ലാതെ വേറെ ആരാ ഉള്ളത്? സന്തോഷവാച്ച്. തേങ്ങ ബാലൻസ് അടക്കം കൊണ്ടുവന്നിരിക്ക്. സന്തോഷിക്കണം, പ്രസാദിക്കണം. നീ ക്ഷിപ്രപ്രസാദിയാണല്ലോ. മകക്ക് ഭർത്താവായി രാജകുമാരനെ തന്നെ വേണമെന്ന എല്ലാ അമ്മമാരുടെയും കനവ്. അത് തപ്പല്ലേ? ആന നമ്മ പൊണ്ണുടെ ഇഷ്ടം അത് താനേ മുഖ്യം. ஆமா வயிற்றி நம்ம வீட்டு பிள்ளைதான். ஆனா வேலையும் கூலி ஒண்ணும் இல்லாம. അമ്മ നമുക്ക് എന്നെ വേണം. അമ്മു നന്നാ തെരിഞ്ഞൊരു പയ്യൻ. അപ്പ അമ്മല നന്നാ പാത്തുക്കണം. എനക്ക് തിരുമ്പി പോവണ്ടമ്മ. വൈത്തിയാവുമ്പോ എന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നോയിക്കോളും. അല്ല, അവൾ എന്നും നമ്മുടെ കൂടെ നിൽക്കണം. പിന്നെ പറയുന്നത് സ്വാർത്ഥതയാണെന്ന് എനിക്ക് കൂടാതെ ഒരു ഊമ പെണ്ണെ താലി കെട്ടരുത്. ഡോക്ടർ ആനാലും എഞ്ചിനീയർ ആനാലും നമുക്ക് താങ്ങാൻ വയ്യാത്ത പണം ചോദിക്കും. കല്യാണം കഴിഞ്ഞാൽ കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. വെങ്കടി കൊഞ്ചം ഉള്ളപ്പോ നമ്മ കല്യാണം എപ്പടി നടന്നത്? അപ്പ അമ്മ എല്ലാം ആലോചിച്ചിട്ടാ. ഉനക്ക് എന്നെ പിടിച്ചത്, എനിക്ക് ഉന്നെ പിടിച്ചത്. അവള് തന്നെ. നമുക്ക് എന്നാച്ചേ ഇങ്ക പാര് എന്നാച്ചേ? അല്ല, എല്ലാം നല്ലത് കിടാ. വാങ്ങാം. നിനക്ക് പറ്റിയ വേഷം തന്നെ. പിന്നെ സ്വാമിന്ന് ഗണപതി അമ്പലത്തിലൊന്നും പോയില്ലേ? ഇല്ലേ, ഇന്ന് അമ്മയെ കാര്യമായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. വെങ്കടൻ നുക്കാരെ ഞാനിതാ വന്നിട്ടേ. രണ്ടുപേരുമേ എങ്ക പോറീങ്ക? നിറയെ ഇടത്തേക്ക് പുറത്തേക്ക് ഇരിക്ക്. അമ്പലത്തിൽ ലേശം പണിയുണ്ട്. പിന്നെ രുക്കുവിന്റെ നൃത്തം, രഥോത്സവം എടുക്കാറായില്ലേ? നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുറച്ച് കാപ്പി എടുക്കാം. ശരി. പിന്നെ നീ ഇങ്ങപ്പടി അരി ഉഴുന്നെല്ലാം ആട്ടിണ്ടിരുന്ന പറ്റാത്. കാര്യങ്ങൾ പലതും തീരുമാനിക്കാനുണ്ട്. അമ്മാവോടും അപ്പാവോടും തീരുമാനം ഉത്സവം കഴിഞ്ഞ ഉടനെ അമ്മുവിന്റെ കല്യാണം നടത്തുന്ന. ആഹാ, അത് മനസ്സിൽ വെച്ചാ പോതും. ഞാനും അമ്മ ഒരു കാര്യം തീരുമാനിച്ചെടുക്കും. വെങ്കിയണ്ണന്റെ കല്യാണ ശേഷം മതി ഞങ്ങളുടെ. പൈത്തി, എന്റെ കല്യാണം പിന്നെ ആവാം. അതിനു മുമ്പ് ചില കടമയും കടപ്പാടുകളൊക്കെ തീർക്കാനുണ്ട്. ഇന്ദുവിന്റെ കല്യാണം നടത്തണം. ശ്രമിക്കാൻ നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. പാവം മാഷ്. ശരിയാ, മാഷക്ക് വളരെ സന്തോഷമാക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ദു ചേച്ചിയുടെ കല്യാണം നടത്തി കൊടുത്തിട്ട് മതി നമ്മ രണ്ടുപേരുടെയും കല്യാണം. രണ്ടും ഒരേ ദിവസം, ഒരേ മണ്ഡപത്തില്, ഒരേ മുഹൂർത്തത്തില്. രണ്ടും ഒരു ദിവസം തന്നെ വേണോ? പിന്നെ അങ്ങനെ ആവുമ്പോ ഒരുപാട് ലാഭം ഉണ്ടെന്നാ. സദ്യയുടെ ചെലവെല്ലാം ரொம்ப കമ്മിയായിടും. ഓ എന്റെ സ്വാമി, കുട്ടിപ്പെട്ടൊരു പിശുക്ക് ഇപ്പഴേ തുടങ്ങിയില്ലേ? പപ്പുവാ. വക്കീലില്ല? ഓ ഇല്ല. இந்த ஊம பெண்ணுக்கு இங்க என்ன வேலை? മതത്തിൽ ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്ക കൂടാതാ ആ ഷട്ട്. അമ്മ ഞാൻ പറഞ്ഞിട്ടാ വന്നത് റിഹേഴ്സൽ കാണാൻ. റിഹേഴ്സൽ കാണാൻ ഞങ്ങളൊക്കെ ഇല്ലേ? ആ പീക്കിരി പെണ്ണ് ഇതുവല്ലോ കണ്ടാ മനസ്സിലാവോ? നിങ്ങള് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങോട്ട് പറയാനുണ്ട്. ഇതേ കോവിലിൽ നിനക്ക് നൃത്തം ചെയ്യാൻ ഇതിനേക്കാൾ നല്ലൊരു അരങ്ക് നാങ്ക ഒരുക്കി തരും. വെങ്കിടി അവന്റെ സെറ്റ് നിശ്ചയിച്ച ദിവസം തന്നെ നൃത്തം ചെയ്യണമെന്ന് നിർബന്ധത ഇരിക്കുന്നോ?
എന്താ റുക്കൂനൊരു വൈക്ലഭ്യം? അല്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു ഓ കഴിഞ്ഞിട്ട് അതൊന്നും കാര്യാക്കണ്ട. ഇതിനേക്കാൾ വലിയ അറേഞ്ച്മെന്റ്സ് നാം ചെയ്യാം. എന്നാ പോതാതാ? മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഓഹോ, അപ്പോ റുക്കു ഡാൻസ് ചെയ്യും? അതെ. നോ, യു വിൽ നെവർ ഡാൻസ്. அந்த നാളിലെ அந்த മേടയിലെ അതും ഏൻ പെർമിഷൻ ഇല്ലാമെ നീ ആടമാട്ടെ. ധിക്കരിച്ചാൽ പിന്നെന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയണോ? നിന്റെ മുമ്പിൽ മാത്രം ഞാൻ എന്റെ തനിനിറം കാണിച്ചിട്ടില്ല എന്ന് വെച്ച് കുതിര കയറാൻ വരരുത്. എന്തൊരു വിഷയത്തിൽ മട്ടും മനസ്സോക്ക് ജയിക്കണം പുരീതാ. അഥവാ തോറ്റാൽ അച്ഛനും മകളും അനുഭവിക്കും. ആ പീറ നരസൂനൊരു വിചാരമുണ്ട് ഈ രാജ്യം മുഴുവൻ അവന്റേതാന്ന്. നീ ഡാൻസ് ചെയ്യുന്ന പറയാൻ അവനാരാ? നിന്റെ തന്തയോ? വെങ്കിടി, എന്തിനാ വെറുതെ വഴക്കും വക്കാണൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണത്? കഷ്ടാണ് കേട്ടോ. അല്ലെങ്കിലും ഞാനാരാ അതൊക്കെ ചോദിക്കാൻ? രുക്കു, എത്ര ജന്മം ജനിച്ചാലും പൊറുക്കാൻ വയ്യാത്ത അവൻ ഞങ്ങളോട് കാണിച്ചത്. നിനക്കതൊന്നും അറിയില്ല. മുഴുവൻ നിന്റെ അപ്പ ശരിക്കും നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. നരസൂനെ കുറ്റപ്പെടുത്തി പറയാൻ അഡ്വക്കേറ്റ് അരികരേർക്ക് സാധിക്കില്ലല്ലോ. ഒരു ചെറിയ മഠം, കുറച്ച് പറമ്പ്, ഞങ്ങൾ ചെറിയ കുട്ടികൾ, പാട്ട് പഠിപ്പിച്ചും വൈദികകർമ്മങ്ങൾ നടത്തിയും കിട്ടുന്ന നിസ്സാര വരുമാനം കൊണ്ട് അപ്പ ഞങ്ങളെ വളർത്തി. ഒരു ബുദ്ധിമുട്ടും അറിയിച്ചില്ല. എന്ത് സന്തോഷമായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം. അപ്പാவோട് 2 അനുജത്തിമാരെ കല്യാണം കഴിച്ചയക്കാൻ നരസൂന്റെ അപ്പാவோട് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. കച്ചേരിക്ക് പോയി കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെ തീർത്തുകൊണ്ട് വരുന്നു. നരസൂന്റെ അപ്പ മരിച്ചു. പിന്നെ അവനായി രാജാവ്. പണം കൊടുത്തില്ലെങ്കിൽ കുടിയിറക്കുമെന്ന് അവൻ പലവട്ടം ഭീഷണിപ്പെടുത്തി. ഒരു ദിവസം അപ്പ പതിവ് പോലെ ഞങ്ങളെ സാധകം ചെയ്യിക്കുകയായിരുന്നു.